അടിപൊളി. വാവ്, പൊളി പൊളി പൊളി. എന്റെ സുഹൃത്തുക്കളെ, ഈ തട്ടം ഒരു വലിയ വിഷയമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടമിട്ട കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുമെന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എത്ര തട്ടമിട്ട പെൺകുട്ടികളുണ്ട് അല്ലേ? നമ്മളൊരു സിനിമ ഡയലോഗുണ്ടല്ലോ, ആ തട്ടുണ്ടല്ലോ സാറേ, അതാണ് മാറ്റിക്കഴിഞ്ഞാൽ അപാര സൗന്ദര്യമെന്നോ സംതിങ് ലൈക്ക് അല്ലേ? സംഗീതം അവിടെ എടുക്കട്ടെ, അതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തൊക്കെയായാലും ഇവിടെ തട്ടം ഒരു വലിയ വിഷയമായിട്ട് മാറുന്നു. തട്ടമിട്ട കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്നു എന്നാണ് അതേ തട്ടം എന്താ പറയാ തലയിലിടുന്ന ഒരു കന്യാസ്ത്രീ പറയുന്നത്. എന്തോരം അതിഭീകരമായിട്ടുള്ള കാസ തീവ്രവാദിനിയാണ് അവർ. തീവ്രവാദിനി അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഒരു തീവ്രവാദിയാണ് അവർ. ആലോചിക്കുക, തീവ്രവാദിനിയാണ് അവർ. ആലോചിക്കുക, അതിഭീകര തീവ്രവാദിനി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഈ പെൺകുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചടിക്കെന്ന് പറയാം. കേട്ടോക്കൂ. സത്യം നോക്ക്, ഈ കൊച്ചനെ ധരിച്ച ഡ്രസ്സ് ആലോചിച്ചൊക്കെ. ഒരു തട്ടമുണ്ട്, ഒരു നല്ല ജീൻസ് പാൻറ് അണിഞ്ഞിട്ടുണ്ട്, അടിപൊളി ഷൂ അവർ ധരിച്ചിട്ടുണ്ട്, ഒരു എന്താ പറയാ ടീഷർട്ട് ഉണ്ട്, അതിന് മേലെ ഒരു ഓവർകോട്ട് പോലെ ഷർട്ട് ഉണ്ട്. അടിപൊളി ഡ്രസ്സ് അല്ലെന്ന്. ഇഷ്ടമുള്ളത് ധരിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ദയ മതി, മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അത്ര മതി, ലോകം നന്നായിക്കോളും. എന്റെ പടച്ചോനെ, ജാതി വാക്കാലൊക്കെ. ഇത് തോന്നുന്നത് ആ കുട്ടിക്ക് ഇത് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് അത് മുസ്ലിം പെൺകുട്ടിയൊന്നല്ല തോന്നുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് വേറൊരാള് തട്ടിട്ട് കൊടുത്തതാണ്. അങ്ങനെ തട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞ സമയത്ത് അങ്ങനെ കാണുമ്പോഴെല്ലാം ഭയം ഉണ്ടോന്നാണ് അവർ ചോദിക്കുന്നത് അല്ലേ? ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഇടപെടൽ എന്നല്ലാതെ വേറൊന്നും പറയില്ല. ഇങ്ങനെയൊക്കെ വേണം. നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ നല്ല ബോധമുണ്ട്. ഈ ബോധത്തിന്റെ, ഈ ഒരു കുട്ടിക്കുള്ള ബോധത്തിന്റെ ഒരംശമെങ്കിലും വാട്സപ്പിൽ ഇംഗ്ലീഷ് സംസാരിച്ച ഇംഗ്ലീഷ് അവർക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. ഇവിടെ സംസാരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വർഗീയതാണെന്നുള്ളതാണ്. എന്തായാലും 6 വർഷം ഗ്രാമറൊക്കെ തെറ്റായിട്ടുള്ള 6 വർഷം ഇംഗ്ലീഷ് സംസാരിച്ച ആ ഒരു ബഹുമാനിയായിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചറേക്കാൾ എത്ര ബോധ്യമുണ്ട്, എത്ര ബോധമുണ്ട്, എത്ര സാംസ്കാരിക നിലവാരത്തിലാണ് ഈ ചെറിയ കുട്ടി എത്തി നിൽക്കുന്ന ആലോചിക്കുക. ഇതാണ് ഈ കിഡ്സൊക്കെ അത് ബഹുത്വ സുന്ദര എന്നൊക്കെ പറയേണ്ടി വരും. അടിപൊളി അടിപൊളി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ബൈ.